ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ലോകത്ത് പല ടൈപ്പ് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നത് ഈ 4 മാർഗത്തിലൂടെ ആയിരിക്കും. ഒന്ന് തൊഴിൽ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തായിരിക്കും, അതുമല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും. ഈ 4 മാർഗത്തിലൂടെയാണ് ലോകത്തുള്ള എല്ലാവരും വരുമാനം സമ്പാദിക്കുന്നത്. തൊഴിൽ എന്ന് പറയുമ്പോൾ ഒരു മുതലാളിയുടെ ശമ്പളക്കാരനായിട്ട് ചെയ്യുന്നതാണ് ഒരു തൊഴിലെന്ന് പറയുന്നത്. ഇനി അവിടെ സ്വയം തൊഴിലാകുമ്പം നമ്മൾ തന്നെ ഒരു തൊഴിൽ നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളോടൊപ്പം നമ്മൾ തൊഴിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പേര് കൂടി കാണും. അപ്പം നമ്മളും വർക്ക് ചെയ്യുന്നു. അപ്പം സ്വയം തൊഴിലായി മാറിയത്. ബിസിനസ് ആകുമ്പോൾ നമ്മൾ ബിസിനസ്സുകാരനായിരിക്കും. നമ്മൾ ധാരാളം പേർക്ക് തൊഴിലുകൾ കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കും. അടുത്തൊരു ഇൻവെസ്റ്ററാണ്. അതൊരു ബിസിനസ്സുകാരനാവാം, അല്ലെങ്കിൽ ധാരാളം പൈസകളുള്ള വ്യക്തിയാവാം. അവർ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അവരുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ട്. അവർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൂട്ടമാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അവർ പണത്തെ പണമാക്കി മാറ്റുന്നവരാണ്. ഞാൻ പറഞ്ഞ അവസാനത്തെ 2 കാറ്റഗറിയാണ് ഇന്ന് ലൈഫിൽ വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയും ലൈഫിലെ സമ്പത്തെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നവരെന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ അവസാനത്തെ 2 കാറ്റഗറി ബിസിനസ്സുകാരും അതേപോലെ ഇൻവെസ്റ്റേഴ്സുമാണ്. ലൈഫിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അവരുടെ സമ്പത്തായാലും അവരുടെ ജീവിത രീതിയായാലും ജീവിതശൈലി ആയാലും എല്ലാം ഒരു ഹൈ ക്ലാസ് ലെവലിലുള്ളത് ഇവരുടേതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് അവർ മാറുന്നത്, അവരുടെ അതിന് പിന്നിലുള്ള തത്വം എന്താണ്, ഐഡിയാസ് എന്തൊക്കെയാണ്, അതെങ്ങനെ അവർക്ക് മാത്രം സാധ്യമാകുന്നു, നമുക്കും അതിനെ എങ്ങനെ സാധ്യമാക്കി എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ എടുക്കുന്ന തത്വം എന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കിയുടെയാണ്. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് അല്ലെങ്കിൽ ESBI തിയറി. ഈ തിയറിയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിൽ തൊഴിലാളിയുണ്ട്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയി ഉണ്ട്, ബിസിനസ്സുകാരനുണ്ട്, ഇൻവെസ്റ്ററുണ്ട്. ഇവരുടെ 4 പേരെയും 4 ക്വാഡ്രന്റ് ആക്കിക്കൊണ്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ നടത്തുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ്. എംപ്ലോയീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു ഹാവ് എ ജോബ് എന്നാണ്. അതായത് നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ഒരു തൊഴിലുണ്ട്. ഒരു മുതലാളിയുടെ കീഴിലോ ഒരു സ്ഥാപനത്തിലോ ഗവൺമെൻറ് കീഴിലോ ആയിട്ടൊരു ജോബുണ്ട്. അപ്പോൾ ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളുടെ 100% എഫർട്ട് അയാളുടെ ഇൻകമായി മാറും. അയാൾ എത്രത്തോളം അയാളുടെ എഫർട്ട് യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് അയാളുടെ ഇൻകം എന്ത് ചെയ്യും, കൂടും. അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. കാരണം ഒരു ദിവസം ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറാണെന്ന് എടുക്കുക. 1 മണിക്കൂറിന് 100 രൂപ വെച്ച് കിട്ടിയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ദിവസം 1000 രൂപയായിരിക്കും. 1 മണിക്കൂറിന് 200 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റുന്ന പൈസയുടെ അളവ് എന്ന് പറയുന്നത് 2000 രൂപയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് ഒരു മാസം സമ്പാദിക്കാൻ പറ്റുന്ന ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻകം ആയിരിക്കും. കാരണം ഒരു ലിവറേജും കാണില്ല, അവിടെ ഒരു ടൈം ഫ്രീഡം കാണില്ല, ഒരു കാര്യവും കാണില്ല. ഇതിന് റാറ്റ് റൈസ് എന്നാണ് റോബർട്ട് കിയോസാക്കി വിശേഷിപ്പിക്കുന്നത്. റാറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ്, ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ പൈസ കാണും, അങ്ങോട്ട് ലാസ്റ്റോട്ട് ആവുന്നതനുസരിച്ച് പൈസ കുറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ജോലിയിലൂടെ നിങ്ങൾക്ക് ലിമിറ്റഡ് ഇൻകം മാത്രമേ ഏൺ ചെയ്യാൻ പറ്റൂ. അതും നമുക്ക് ഒന്നിനും തികയണമെന്ന് പോലും ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സമയമാണ് നമ്മൾ പൈസയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ 100% എഫർട്ട് കൊടുക്കാൻ ഇത്ര സമയം മാത്രമേ ഉള്ളൂ. ഇത്ര സമയം വർക്ക് ചെയ്യുമ്പോൾ ഇത്ര രൂപ വരുമാനം. ഇതാണ് ഒരു ജോലിയിൽ സംഭവിക്കുന്നത്. അടുത്തതായി സ്വയം തൊഴിലാണ്. സ്വയം തൊഴിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു തൊഴിൽ സ്വന്തമായിട്ട് ഉണ്ട്. നമുക്കൊരു തൊഴിൽ സ്വന്തമായിട്ടുണ്ട്. കാരണം ബോസ് എന്ന് പറയുന്ന ഒരാളില്ല, നമ്മൾ തന്നെ ആയിരിക്കും ആ തൊഴിൽ റണ്ണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നതാവാം,
അല്ലെങ്കിൽ ചെറിയൊരു കടയിട്ടിരിക്കുന്നതാവാം. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു തൊഴിലുണ്ട്, അതൊരിക്കലും ബിസിനസ് അല്ല, ഒരു സ്വന്തമായിട്ട് നമുക്കൊരു തൊഴിലുണ്ട്. അവിടെ നമ്മൾ ജോലി ചെയ്യണം, നമുക്കൊരു കുറച്ച് സ്റ്റാഫുകൾ കാണും, അവരും അവിടെ വരണം. അങ്ങനെ റൺ ചെയ്യുന്ന എല്ലാം സ്വയം തൊഴിലാണ്. നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം റണ്ണ് ചെയ്യൂ, നമ്മളുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നുള്ളതെങ്കിൽ അത് സ്വയം തൊഴിലാണ്. അപ്പോൾ ഇവിടെയും വരുമാനം സെയിം തന്നെയാണ്. എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള വരുമാനമാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം നമ്മൾ റിസ്ക് എടുത്ത് നടത്തുന്നു, ആ റിസ്ക് എടുത്ത് നടത്തുമ്പം കുറച്ച് സ്റ്റാഫ് കാണും, അവർക്ക് ശമ്പളം കൊടുത്ത് നമ്മളും ശമ്പളം എടുക്കുന്നു. അപ്പോൾ ഇത് തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. ഇത് തൊഴിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല, ഒരു ബോസിൻ്റെ കീഴിലല്ല, ഒരു ബിസിനസ്സുകാരൻ്റെ കീഴിലല്ല നടക്കുന്നത്. ഇത് ഒരു തൊഴിലിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷേ വളരെയധികം റിസ്ക് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്, വളരെയധികം റിസ്ക്കൊക്കെ ഉണ്ട്. കാരണം ഒരു ബിസിനസ്സുകാരൻ എടുക്കുമ്പോൾ റിസ്ക് കാര്യങ്ങൾ എടുക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു തൊഴിലാളിയെ പോലെ വരുമാനം എടുക്കുന്നു. ഇതാണ് സ്വയം തൊഴിലിൻ്റെ പ്രത്യേകത. അടുത്തതെന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണറാണ്. ബിസിനസ് ഓണർ എങ്ങനെ വരുമാനം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കമ്പനി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അദ്ദേഹം അവിടെ ധാരാളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 100 പേരെ കണക്ട് ചെയ്തിട്ട് 100 പേരിൽ നിന്നും 1% എഫർട്ട് അദ്ദേഹം എടുക്കും. 100 പേർക്ക് ജോലി കൊടുക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അവരുടെ 1% എഫർട്ട് ഇദ്ദേഹം എടുക്കും. അപ്പോൾ അതിൻ്റെ എത്രത്തോളം പേര് വരുന്നോ എത്രത്തോളം സ്റ്റാഫ് അദ്ദേഹത്തിന് വരുന്നോ അത്രത്തോളം ഇൻകം അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇതാണ് ബിസിനസ്സുകാരൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ രണ്ടിടത്തും, എംപ്ലോയീസിലും സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിലും ആക്റ്റീവ് ഇൻകം മാത്രമേ ലഭിക്കൂ. അതായത് എത്രത്തോളം ജോലി ചെയ്യുന്നോ അത്രത്തോളം വരുമാനം, എപ്പോഴൊക്കെ ജോലി ചെയ്യുന്നോ അപ്പോഴൊക്കെ വരുമാനം, ജോലി എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ വരുമാനം ഇല്ല. അങ്ങനെ ഒരു ആക്റ്റീവ് ഇൻകം മാത്രമേ കിട്ടൂ. പക്ഷേ ബിസിനസ്സിൽ വന്നിട്ട് പാസീവ് ഇൻകം കിട്ടും. ബിസിനസ്സിലാവുമ്പോൾ പാസീവ് ഇൻകം ലഭിക്കും. ഇവിടെ 1% എഫർട്ടാണ് എടുക്കുന്നത്. 100 പേരുടെ 1% എഫർട്ട് എടുത്താൽ 100% ആയി. ഇതാണ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ എത്രത്തോളം പീപ്പിൾസ് വരുന്നോ അത്രത്തോളം ഇൻകം. ഇവിടെ ലിവറേജ് ഉണ്ട്, ഇവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിലും സ്വാതന്ത്ര്യമുണ്ട്. ടൈമിൽ സ്വാതന്ത്ര്യമുണ്ട്, പൈസയിൽ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിലും നമുക്കൊരു ലിവറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ, അടുത്ത കാറ്റഗറിയാണ് ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ധാരാളം ക്യാഷ് അവരെ കാണും, അവരുടെ പൈസയെ തന്നെ പൈസയാക്കി മാറ്റുന്നവരാണ്, പൈസയെ പണിയെടുപ്പിക്കുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ്. അവർ പൈസ ഇടുന്നു, അത് പണിയെടുത്ത് അവർക്ക് വീണ്ടും പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവരെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്കും പാസീവ് ഇൻകം ഉണ്ട്. അവർക്കൊരു ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് മാത്രമേ ഉള്ളൂ, പിന്നെ എല്ലാം പൈസ പണി ചെയ്ത് പൈസ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻവെസ്റ്ററിൻ്റെ പ്രത്യേകത. ഇൻവെസ്റ്റേഴ്സ് ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമ്മളും ഈ ഒരു സിസ്റ്റം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എംപ്ലോയീസ് എന്ന് പറയുമ്പം അവർക്കൊരു തരത്തിലുള്ള സെക്യൂരിറ്റി കാണില്ല, മണി ഫ്രീഡം കാണില്ല, ടൈം ഫ്രീഡം കാണില്ല, ഡെബിറ്റ്സ് ആയിരിക്കും അവർക്കുള്ളത്, ആക്റ്റീവ് ഇൻകം ആയിരിക്കും കിട്ടുന്നത്, കമ്പനിയോ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ ജീവിച്ചു പോകുന്നത്. ഇനി സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുമ്പം അവിടെയും സെക്യൂരിറ്റി ഇല്ല, മണി ഫ്രീഡം കാണില്ല, ടൈം ഫ്രീഡം കാണില്ല, ഡെബിറ്റ്സ് മാത്രമേ കാണൂ, പൈസ റോൾ ചെയ്തായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്, ആക്റ്റീവ് ഇൻകം മാത്രമേ കാണൂ, ഇൻഡിപെൻഡൻസ് ആയിരിക്കും. കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് നഷ്ടം വന്നാൽ അവർക്ക് ലാഭം വന്നാൽ അവർക്ക് ഇൻഡിപെൻഡൻസ് ആയിരിക്കും, ആരോടെയും മറുപടി പറയേണ്ട ആവശ്യകത ഇല്ല. ഈ 2 വിഭാഗത്തിൻ്റെ കയ്യിൽ ഈ കാറ്റഗറിയും എസ് കാറ്റഗറിയിലെയും ഉള്ളതെന്ന് പറഞ്ഞാൽ 5% വെൽത്താണ്. ഇന്ന് ലോകത്തുള്ള 100% വെൽത്തിൽ 5% മാത്രമേ ഈ കാറ്റഗറിയിലുള്ളൂ. പക്ഷേ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 95% ആൾക്കാർ ഈ കാറ്റഗറിയിലുണ്ട്. ഇനി നമ്മൾ അടുത്ത ബി കാറ്റഗറിയിലേക്ക് വരാം. ബി കാറ്റഗറിയിൽ വരുമ്പം അവർക്കൊരു ബിസിനസ്സുകാരൻ്റെ ഒരു സ്വന്തമായൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാണ് അദ്ദേഹത്തിന് വരുമാനം കൊണ്ട് കൊടുക്കുന്നത്.
അപ്പോൾ അവിടെ ലൈഫ് സെക്യൂർ ആണ്, മണി ഫ്രീഡം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. അവിടെ വെൽത്തിനെ, സമ്പത്ത് കൂട്ടാനും പറ്റും. അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫായിരിക്കും, എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ലൈഫായിരിക്കും. ഇനി ഇൻവെസ്റ്റർ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അവിടെ ഇതുപോലെ തന്നെയാണ്. ലൈഫ് സെക്യൂർ ആണ്, മണി ഫ്രീഡം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്, അതുപോലെ തന്നെ പാസീവ് ഇൻകം ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേകത, ഈ BI കാറ്റഗറിയിൽ 95% വെൽത്ത് ഇരിക്കുന്നത് ഈ 5% ആൾക്കാരുടെ കയ്യിലാണ്. ലോകത്തുള്ള 95% സമ്പത്തിൽ ഈ സമ്പത്ത് ഇരിക്കുന്നത് 5% ആൾക്കാരുടെ കൈകളിലാണ്. അപ്പോൾ ES കാറ്റഗറിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ എന്ന് പറയുന്നത് 5% മാത്രമായിരിക്കും. പക്ഷേ ഈ 5% ആൾക്കാരുടെ കയ്യിലുള്ള പൈസ എന്ന് പറയുന്നത് 95%. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട അച്ചീവ്മെൻറ്റ് കാര്യങ്ങൾ എന്ത് നേട്ടം എടുക്കണമെങ്കിലും നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോയേ മതിയാകൂ. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാൻ നമുക്കൊരു വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എമൗണ്ട് കാര്യങ്ങളൊന്നും നമ്മളെ ഇല്ല. അപ്പോൾ അതേ ബിസിനസ്സിൻ്റെ അതേ റിസൾട്ട് നമുക്ക് കിട്ടുന്ന വെസ്റ്റീജ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ വെസ്റ്റീജ് ബിസിനസ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ പല മോഡലുകൾ മനസ്സിലാക്കണം. ഓരോ